ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് റവയും 5 രൂപയുടെ ബൂസ്റ്റും വെച്ചിട്ട് നല്ല കിടിലം ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കൊക്കെ നല്ല കിടിലം റെസിപ്പിയാണ് കേട്ടോ. എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാ റവയും 5 രൂപയുടെ ബൂസ്റ്റും കൊണ്ടുള്ള ഈ ഒരു കിടില റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 ഗ്ലാസ് റവ എടുത്തത്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുക. വറുത്ത റവ വറുക്കാത്ത റവ ഏതായാലും പ്രശ്നമല്ല കേട്ടോ. മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കടിക്കൊക്കെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ റെസിപ്പി. ഇനി ഞാനിതാ മധുരത്തിന് ആവശ്യമായ ശർക്കരയും കൂടി എടുത്ത് ഒരു ലായനി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു 3 ശർക്കര എടുത്തത്. ശർക്കരക്ക് പകരം പഞ്ചസാരയും നമുക്ക് എടുക്കാൻ പറ്റും ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ലായനി ഉണ്ടാക്കിയെടുത്തിട്ട് ഒന്നങ്ങോട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റോളം മാറ്റി വെക്കണേ. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണണ്ടേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് ഞാനിതാ 5 രൂപയുടെ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ബൂസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുക. ഇത് ഫുള്ളങ്ങോട്ട് തട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ തവി വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടോ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. കോഴിമുട്ട നിങ്ങളെ കയ്യിലില്ലെങ്കിൽ പാലായാലും മതി കേട്ടോ. ഞാനെന്തായാലും 2 മുട്ട ഇതിലേക്ക് ഉടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ഗ്ലാസ് പാലിട്ടോ. ഇനി പാൽപ്പൊടി ഇട്ടിട്ടും നമുക്ക് പാലിന് പകരമായിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഈ 1 ഗ്ലാസോറും പാല് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. 1 ഗ്ലാസ് എടുത്തതിന് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടില്ലേ. നമുക്ക് ശർക്കര ലായനി ഏകദേശം ചൂടാറിയുണ്ടാവുമല്ലോ, അതും കൂടി ഇതിലേക്ക് ഒഴിക്കാനുള്ളതാണല്ലോ. ഈ ഒരു അളവിലാട്ടോ മാവ് കിട്ടേണ്ടത്. ഇനി ചൂടാറിയതിന് ശേഷം ഒരു ശർക്കര ലായനി ഇതിലേക്ക് അരിച്ചിട്ടാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ്. ഇതുപോലെ ഒരുപാട് ടൈമൊന്നും വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിതാ 1 തവി ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ മൈദപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഇതുപോലെ നന്നായിട്ട് വീണ്ടും അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്താണ്. അതിക്കിതാ ഈ ഒരു മാവ് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് കറക്കിയെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ മിക്സിൻ്റെ ജാറിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും. അല്ലെങ്കിൽ ഫുള്ളങ്ങോട്ട് മിക്സിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. ഇനി ഞാൻ നന്നായിട്ട് ഇതിക്കൊരു 2 സ്പൂണ് ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബാക്കി വന്ന ചോറോ നമ്മളെ കയ്യിൽ ഏതാളുള്ള ചോറുണ്ടല്ലോ അതും കൂടി ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുന്നത്. ഇതുപോലെ അങ്ങനെ ഇളക്കി കൊടുക്കണേ. നിങ്ങൾക്ക് വെള്ളം പോരായി ഉണ്ടെന്ന് തോന്നിയാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഈ കട്ടിയിൽ തന്നെ മാവ് ഇതാക്കി ഇട്ടീനെ. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അരച്ചതിന് ശേഷം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണിൻ്റെ കീപ്പട്ടായിട്ട് മതിട്ട ബേക്കിംഗ് സോഡ. ഉപ്പ് നമുക്ക് മധുരം ഒന്നങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനൊരു കുക്കർ എടുത്തേനെ. അത് അടുപ്പത്ത് വെച്ചേന് കേട്ടോ. അങ്ങനെ അത് ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഓയിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നെയ്യോ വെളിച്ചെണ്ണ എന്തായാലും പ്രശ്നമില്ല. അത് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്നങ്ങോട്ട് കളറ് മാറിയതിന് ശേഷം ഞാനങ്ങോട്ട് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കണുണ്ട്. എളുപ്പമായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാൻ വീണ്ടും പറയുകയാണേ. ഇനി ഈ ഒരു കുക്കറിലേക്ക് നമ്മൾ അരച്ച് വെച്ച് മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ അങ്ങോട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്ത് വെച്ച് ഒരു തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ 20 മിനിറ്റോളം കുക്കറിൻ്റെ വിസിൽ ഒഴിവാക്കിയതിന് ശേഷം മൂടി വെക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതാ പഴയൊരു പാത്രം ഇതിൻ്റെ താഴെ വെച്ചതിന് ശേഷം കേട്ടോ അതിൻ്റെ മുകളിലാണ് കുക്കർ വെച്ചത്. ഏകദേശം ഒരു 20 മിനിറ്റോളം ആയപ്പോൾ നമ്മളെ ഇരക്കിടിലെ റെസിപ്പി റെഡി ആയിന്. കേക്കായിട്ടും പിന്നെ അതെല്ലാം അപ്പായിട്ടും ഒക്കെ പറയട്ടോ.
ഞാനിതത് വെന്തെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തി എടുത്തിട്ട് ഇതാ ഒട്ടണില്ല എന്ന് കണ്ടാൽ ഇതാ ഇതുപോലെ അങ്ങോട്ട് നമുക്കിതാ ചൂടാറിയതിന് ശേഷം ഇതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിടുക. ചൂടാറണേ, അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റിൽ തന്നെ കിട്ടുള്ളേ. അടിപൊളി ടേസ്റ്റ് ആട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ തന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കണ്ടില്ല, ഇതിൻ്റെ ഈ ഒരു അടിഭാഗം അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയത്. നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കണം കേട്ടോ, അപ്പോൾ നമുക്ക് ആ ഒരു സോഫ്റ്റിലും കരിയാത്ത രീതിയിലൊക്കെ കിട്ടുള്ളൂ. കണ്ടില്ലേ, ഇനി ഇതുപോലെ കെട്ടി ഞാൻ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇത് സോഫ്റ്റുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ, വെറും 20 മിനിറ്റ് മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.